ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഐ ഡു വർക്ക്. ഞാൻ വർക്ക് ചെയ്യാറില്ല. ഐ ഡു നോട്ട് വർക്ക്. ഞാൻ വർക്ക് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ ആക്കണം. അതെങ്ങനെ ആക്കുക? ഐ ഡു വർക്കിലെ ഈ ഡു എടുത്തിട്ട് ഐൻ്റെ പിറകിലോട്ട് കൊണ്ടുവച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഡു ഐ വർക്ക്? ഡു യു വർക്ക്? ഡു ദേ വർക്ക്? ഡു വി വർക്ക്? ഹി ഷീ ഇറ്റിൻ്റെ കേസിൽ ഹി ഡസ് വർക്കാണ് പോസിറ്റീവ്. ആ പോസിറ്റീവിലെ ഡസ് എടുത്തിട്ട് ഹീൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കുക. ഡസ് ഹി വർക്ക്? ഡസ് ഷീ വർക്ക്? ഡസ് ഇറ്റ് വർക്ക്? നമ്മളിപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചു, നെഗറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഫാക്റ്റാണ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കും. വാട്ടർ ബോയിൽസ്, അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ബോയിൽസ് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ആവും. ഐസ് മെൽസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞില്ല നമ്മൾ, അതിനായിട്ട് മാച്ചായി പോകുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ജനറൽ ആയിട്ടുള്ള സത്യങ്ങൾ.